بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിന്റെയും അതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഈദുൽ ഫിത്തറിന്റെയും ശേഷം നാം ഏവരും ഒരുമിച്ചു കൂടുവാൻ അല്ലാഹു അവസരം തന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാനും പഠിക്കുവാനും പഠിച്ചത്, കേൾക്കുന്നത്, പറയുന്നത് പ്രവർത്തന രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം നേടുവാനും സൗഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഒരു മാസം വളരെയേറെ ഭക്തിപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെയെല്ലാം ജീവിതത്തിൽ കഴിഞ്ഞ് കടന്നുപോയി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം ഏറെ ഭയപ്പെടേണ്ടുന്ന കാര്യം നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സ്വീകാര്യത ലഭിച്ചോ ഇല്ലേ എന്നതാണ്. നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനകളിൽ
നിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള തേട്ടങ്ങളും പ്രാർത്ഥനകളുമാണ് നാം ഏവരും നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടത്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, അവന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർമ്മങ്ങൾ അത് സ്വീകരിച്ചോ ഇല്ലേ എന്ന ഒരു ഉറപ്പുമില്ലാത്ത ആളുകളാണ് നാം എല്ലാവരും. ഭൗതികമായ ലോകത്ത് നാം ഏതെങ്കിലും ഒരു ഓഫീസുകളിൽ പോയി നൽകുന്ന ദിർഹമുകൾക്ക് അല്ലെങ്കിൽ രൂപയ്ക്ക് അത് സ്വീകരിച്ചു, കൈപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റെസിപ്റ്റുകൾ കിട്ടാറുണ്ട്. ഏത് ഓഫീസുകളിൽ എവിടെ പോയാലും ഔദ്യോഗികമായി നാം ചെലവഴിക്കുന്ന നമ്മുടെ പണം, നാം ഒടുക്കുന്ന നമ്മുടെ ഫീസ് അത് സ്വീകരിച്ചിരിക്കുന്നു, അത് കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റെസിപ്റ്റ് കിട്ടാറുണ്ട്. ഇന്ന് വരെ നമ്മളൊക്കെ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു, സ്വീകരിച്ചു എന്ന ഒരു റെസിപ്റ്റും ഇന്നുവരെ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ഭയത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി നാം അല്ലാഹുവിനോട് നിരന്തരം തേടേണ്ടുന്ന കാര്യമാണ് ഏതൊരു കർമ്മം കഴിഞ്ഞാലും അത് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന. നമുക്കെല്ലാം അറിയാവുന്ന സംഭവമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി പരിശുദ്ധമായ കഅബാലയത്തിന്റെ നിർമ്മാണം അള്ള പറഞ്ഞിട്ടാണത് ചെയ്തത്. കൽപ്പിച്ചത് അള്ളയാണ്, നിർവഹിച്ചത് മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരാണ്, ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയുമാണ്. ചെയ്ത പ്രവർത്തനമോ ലോകത്തൊരാൾക്കും അവസരം കിട്ടിയിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ ഹുദൽ ലിൽ ആലമീൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച, ഭൂമിയിൽ പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുവാനുള്ള പ്രാഥമികമായി അതിന്റെ എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രമായി നിലനിന്ന ഒന്നാമത്തെ ഭവനം എന്ന പേര് കിട്ടിയ പരിശുദ്ധമായ കഅബ. അങ്ങനെയുള്ള നല്ല ഒരു പ്രവർത്തനം അള്ളാന്റെ നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് മഹാന്മാരായ രണ്ട് പ്രവാചകന്മാർ ചെയ്തു. എന്നിട്ടും അവർ രണ്ടാളും ആ നിർമ്മാണ പ്രക്രിയക്ക് ശേഷം പ്രാർത്ഥിക്കുകയാണ്, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചാലും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, നീയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമെന്ന് മഹാന്മാരായ രണ്ട് പ്രവാചകന്മാർ കഅബ നിർമ്മാണം എന്ന മഹത്തായ പ്രവർത്തനം നിർവഹിച്ചതിന്റെ ശേഷം അല്ലാഹുവിങ്കലേക്ക് തേടുകയുണ്ടായി, പ്രാർത്ഥിക്കുകയുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ വളരെ കൃത്യമായി അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ള നിർദ്ദേശിച്ചിട്ട് നേരിട്ട് വഹീ കിട്ടിയിട്ട് മഹാന്മാരായ രണ്ട് പ്രവാചകന്മാർ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് പോലും ആ പ്രവാചകന്മാർക്കൊരു മതിപ്പുണ്ടായിട്ടില്ല. ഞങ്ങൾ ചെയ്ത പ്രവർത്തനം, ഞങ്ങൾ മഹാന്മാരായ നബിമാരല്ലേ, അള്ളാന്റെ വഹീ കിട്ടിയിട്ട് ചെയ്തതല്ലേ, ഏറ്റവും മുന്തിയ പ്രവർത്തനമല്ലേ ചെയ്തത്, ഇതൊക്കെ സ്വീകരിക്കാതെ എവിടെ പോകാനാ എന്ന ഒരു അതിര് കവിഞ്ഞ ആത്മവിശ്വാസം ഇബ്രാഹിം നബിയെയോ ഇസ്മായിൽ നബിയോ അലൈഹിമുസ്സലാം രണ്ടാളെയും പിടികൂടിയോ? ഇല്ല. പിടികൂടിയിരുന്നുവെങ്കിൽ അവരങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ കർമ്മം ചെയ്തിട്ടും അവർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് തേടിയതിൽ നമുക്കൊരു പാഠമുണ്ട്. അതെന്താ? നമ്മളിപ്പോ പരിശുദ്ധ റമളാനിലെ പരിപൂർണമായി നോമ്പനുഷ്ഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഫിത്തർ സക്കാത്ത് കൊടുത്തവരാണ്, ഈദ് നമസ്കരിച്ചവരാണ്, 6 നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്നവരും എടുത്തവരുമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കണ്ടേ, ഇതൊക്കെ അള്ള സ്വീകരിക്കുവോ? ഇത് അള്ള സ്വീകരിച്ചോ? നമുക്കങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്ന് വന്നുവോ? മുൻഗാമികളൊക്കെ അവരുടെ ചരിത്രങ്ങളിൽ കാണാം, 6 മാസക്കാലം അവർ റമളാനിന്റെ മുമ്പേ പ്രാർത്ഥന തുടങ്ങുമെന്നാണ്. എന്തിന്? ആഫിയത്തുള്ള ദീർഘായുസ് തരണേ, റമളാനിൽ ഞങ്ങളെ എത്തിക്കണേ എന്ന് പറയാൻ. റമളാനിൽ ആഫിയത്തോടെ ഞങ്ങളെ എത്തിച്ച് ഞങ്ങൾക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് തരണേ എന്നവർ പ്രാർത്ഥന തുടങ്ങുമെന്ന്. അതേ അവസരത്തിൽ റമളാൻ കഴിഞ്ഞാൽ 6 മാസം തുടർച്ചയായിട്ട് അവരുടെ പ്രാർത്ഥന ഞങ്ങൾ ഈ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേ എന്നായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ നോമ്പെടുത്തു, ശരിയാണ്. തറാവീഹ് നിസ്കരിച്ചു, ശരിയാണ്. ഖുർആൻ മുഴുവനും ഓതി ഖത്മ് തീർത്തു, ശരിയാണ്. ഫിത്ർ സക്കാത്ത് കൊടുത്തു, ശരിയാണ്.
ധർമ്മങ്ങൾ കൊടുത്തു, ശരിയാണ്. അതുപോലെ തന്നെ നിസ്കരിച്ചു, ശരിയാണ്. പലരും നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തു. പക്ഷേ അത് സ്വീകരിക്കേണ്ടുന്ന അക്കൗണ്ടിൽ അത് വരവ് ചേർക്കപ്പെട്ടോ, അത് സ്വീകരിക്കപ്പെട്ടോ? നമുക്ക് ആർക്ക് എന്തുറപ്പാണുള്ളത്? ഒരു ഉറപ്പില്ല. അതുകൊണ്ട് നിരന്തരം നാം പ്രാർത്ഥിക്കണം സുഹൃത്തുക്കളെ. കഴിഞ്ഞകാല ഇന്നലകളിൽ നാം ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഓരോന്നും അല്ലാഹുവേ നീ സ്വീകരിക്കണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടം കണ്ടെത്തണം. അത് എന്നോടും നിങ്ങളോടും ഒരു വസിയത്ത് എന്ന രൂപത്തിൽ റമദാൻ കഴിഞ്ഞുള്ള ഈ പ്രഥമ ക്ലാസ്സിൽ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. സ്വീകാര്യതയ്ക്ക് വേണ്ടി നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ എത്തി നോക്കുമ്പോൾ ഒരുപാടുണ്ട് എന്ന് വിചാരിച്ച് ചെന്നു നോക്കുമ്പോ, അവിടെ എത്തി നോക്കുമ്പോ യാതൊന്നും അവിടെ കാണാത്ത നിലക്ക് ഖുർആൻ പറഞ്ഞതുപോലെ കൊടുങ്കാറ്റടിക്കുന്ന ദിവസം ഒരു ഭാഗത്ത് ഏതാനും വെണ്ണീറിന്റെ കൂമ്പാരമുണ്ടെന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ നിലത്ത് ഭൂമിയിൽ പിന്നെ വെണ്ണീറുണ്ടാകുമോ? കാറ്റടിച്ചു പോയാൽ ഇതുപോലെ ഇരിക്കും. അള്ള സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അമല് കബൂലായിട്ടില്ലെങ്കിൽ പരലോകത്ത് നിന്ന് നോക്കുമ്പോ വലിയ കൂലി കിട്ടുമെന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അതൊന്നും വരവ് വന്നിട്ടുണ്ടാവില്ല. നമ്മൾ ബാങ്കിലേക്ക് ഒരല്പം പൈസ അയച്ചാൽ, ഒരു ഡ്രാഫ്റ്റ് അയച്ചാൽ, അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ അത് കാശ് അങ്ങോട്ട് അയച്ചാൽ മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ എന്താ നമ്മുടെ ബേജാറ്? ഞാൻ അയച്ച കാശ് കിട്ടിയോ? അത് ബാങ്കിൽ എത്തിയോ? നമ്മൾ എത്ര ദിവസം വിടുന്ന് എക്സ്ചേഞ്ചിൽ തരുന്ന റെസിപ്റ്റ് കൈവശം വെച്ചുകൊണ്ട് നടക്കുന്നയോ? ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ച ഹാജരാക്കാൻ ഞാൻ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. എന്തിനാ അത് കിട്ടിയെന്ന് സമാധാനമില്ലെങ്കിൽ, കിട്ടി എന്നൊരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുന്നില്ല, പ്രയാസമാണ്. ഈ ഒരു പ്രയാസം സഹോദരങ്ങളെ, നോമ്പെടുത്തു, നിസ്കരിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, അള്ളാഹുവിന്റെ അക്കൗണ്ടിൽ, പടച്ച റബ്ബിന്റെ അക്കൗണ്ടിൽ നമുക്ക് നാളെ പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന അമലു സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ വരവ് വെച്ചോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ മരണം വരെ നമ്മൾ ഇനി കാത്തിരിക്കണം. ഉറപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ എന്ന് അറിയാൻ മഹ്ശറിൽ എത്തുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ ആ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാൻ ചില മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് നമ്മളൊക്കെ വിലയിരുത്തണം. എന്റെയും നിങ്ങളുടെയും ഒക്കെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന് നമുക്ക് ഉറപ്പ് കിട്ടണമെങ്കിൽ മരണാനന്തരം പരലോകത്തെത്തുമ്പോൾ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചിരിക്കാം എന്നൊരാത്മവിശ്വാസം നമുക്കുണ്ടാകുവാൻ ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഒന്നാമത്തെ അടയാളം അൽ മുദാവമത്തു അലൽ അമലി സ്വാലിഹ്, സൽക്കർമ്മങ്ങളിലൂടെ നിത്യത നമുക്കുണ്ടോ? റമദാൻ കഴിഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് നമ്മൾ ആദ്യം നടത്തേണ്ടത്. ഏതൊരു കാര്യവും നിത്യം ചെയ്യുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ആയിഷ റളിയല്ലാഹു തആല അൻഹ മഹദിയായ നമ്മുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചിട്ടുണ്ട്, അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വഅലമൂ നിങ്ങൾ അറിയണം, അന്ന അഹബ്ബൽ അമലി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അദ്വമുഹു നിത്യമായി ചെയ്യുന്ന അമലാണ് അള്ളാഹുവിന് ഇഷ്ടം. വഇൻ ഖല്ല, അതിന്റെ അളവെത്ര കുറഞ്ഞാലും ശരി നിത്യം ചെയ്യലാണ് പടച്ച റബ്ബിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. യഥാർത്ഥത്തിലുള്ള നിസ്കാരക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ നിസ്കാരത്തിൽ അവർ നിത്യമായി അത് നിർവഹിക്കുന്നവരാകുന്നു. അപ്പൊ നിത്യം ചെയ്യുക എന്നതാണ് പടച്ച റബ്ബിന് ഇഷ്ടം. അല്ലാഹു എന്ന് പറയുന്ന ആ മഹായ ശക്തി, അവന്റെ നോട്ടവും അവന്റെ കേൾവിയും അവന്റെ അറിവും എന്നിലും നിങ്ങളിലും ഏതെങ്കിലും ഒരു മാസത്തിൽ മാത്രം പരിമിതമല്ല. റമളാനിൽ നമ്മെ നിയന്ത്രിക്കുകയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത അതേ റബ്ബ് തന്നെയാണ് ശവ്വാലിലും നമ്മുടെ കൂടെയുള്ളത്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ചിന്തയും പ്രവർത്തനങ്ങളും നോക്കുകയാണെങ്കിൽ റമളാനിൽ അല്ലാഹ് ഒന്ന് വേറെ,
ശവ്വാലിൽ അല്ല ഒന്ന് വേറെ എന്ന ഒരു രൂപത്തിലാണ് ജനങ്ങളുടെ പ്രവർത്തനം. കാരണം അവർ റമളാനിൽ ഓഫാക്കിയതൊക്കെ ശവ്വാലിൽ ഓണാക്കുന്നുണ്ട്. റമളാനിൽ കാണരുതെന്ന് പറഞ്ഞ് നിർത്തിവെച്ചതൊക്കെ ശവ്വാലിൽ കാണുന്നുണ്ട്. റമളാനാണെന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാൻ മടിച്ച പലരും ശവ്വാലിലായപ്പോൾ കേൾക്കുന്നുണ്ട്. റമളാനിലായതുകൊണ്ട് ഞാൻ പങ്കെടുക്കാൻ പാടില്ലെന്നും പോയി ഇരുന്നു കൊടുക്കാൻ പാടില്ലെന്നും പറഞ്ഞ സദസ്സുകളിൽ ശവ്വാലിലെത്തിയപ്പോൾ മനുഷ്യൻ പോയി ഇരുന്നു കൊടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവൻ ഏർപ്പെടുന്നുണ്ട്. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്, നമ്മുടെ വിശ്വാസം എവിടെ പോയി? അള്ളയാണ് തന്നെ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത് എന്ന ചിന്ത നിനക്ക് എപ്പോഴും ഉണ്ടാകണം. നീ എപ്പോഴും റബ്ബിനെ ഇബാദത്തെടുക്കണം. മഹാന്മാരായ പ്രവാചകനോട് പോലും അല്ലാഹു തആല പറയുന്നത് വഅബ്ദ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നീ നിന്റെ രക്ഷിതാവിനെ ഇബാദത്തെടുത്തുകൊണ്ട് ജീവിച്ചോളണം. ഹത്താ യഅതിയക, നിനക്ക് വരുന്നത് വരെ, അൽ യഖീൻ, മരണം വരുന്നത് വരെ നിന്റെ റബ്ബിനെ ഇബാദത്തെടുത്തുകൊണ്ട് ജീവിച്ചോളണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, എല്ലാവരോടുമുള്ള കൽപ്പനയാണ്. ഹത്താ യഅതിയക ശവ്വാലി എന്നല്ലല്ലോ അല്ല പറഞ്ഞിട്ടുള്ളത്. ശവ്വാല് വരുന്നത് വരെ നീ പടച്ചോനെ സൂക്ഷിച്ച് ജീവിച്ചോ എന്നല്ല, റമളാൻ കഴിയുവോളം സൂക്ഷിച്ചോ എന്നല്ല, നിനക്ക് മരണം വരുന്നത് വരെ നീ നല്ല രൂപത്തിൽ മുസ്തഖീമായ റൂട്ടിലൂടെ തന്നെ ജീവിക്കണം. മറ്റേതൊരു സീസണൽ ഭക്തി എന്നേ അതിന് പറയാൻ കഴിയൂ. ഒരു സീസണിൽ ഭക്തി കാണിക്കുന്നു, ചില കാലങ്ങളിൽ ഭക്തി കാണിക്കുന്നു, ചില പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഭക്തി കാണിക്കുന്നു, ചില പ്രത്യേക ആളുകളുടെ കൂടെയാകുമ്പോൾ ഭക്തി കാണിക്കുന്നു. അങ്ങനെയൊക്കെ പല ഭക്തിക്കാരുണ്ട്. ചില ആൾക്കാരുടെ കൂടെയാകുമ്പോൾ അവന് നല്ല ഭക്തിയാണ്, ചില സ്ഥലത്താകുമ്പോൾ അവന് നല്ല ഭക്തിയാണ്, ചില സമയത്ത് അവന് നല്ല ഭക്തിയാണ്. പോരാ, എല്ലാ അവസരങ്ങളിലും നിന്റെ കൂടെ ആരുമില്ലെങ്കിലും, നീ ഒറ്റക്കാണെങ്കിലും, പള്ളിയിലാണെങ്കിലും, മാർക്കറ്റിലാണെങ്കിലും, റമളാനിലാണെങ്കിലും, ശവ്വാലിലാണെങ്കിലും, കൂടെ നിന്റെ മാതാപിതാക്കളോ കൂട്ടുകാരോ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നീ ഒറ്റക്കാണെങ്കിൽ പോലും നീ റബ്ബിന്റെ കൽപ്പനകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോളണം. അവർക്ക് നല്ല നിലക്ക് മരിച്ചു പോകാനാവുകയുള്ളൂ. വാക്കുകൾ പറയാൻ എളുപ്പമാണ്, ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനാണ് പ്രയാസം. അള്ള നല്ല മരണം ഓഫർ ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാലത്ത് മാത്രം പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവർക്കല്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞവർ, നിശ്ചയമായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചവർ, ആ പ്രഖ്യാപിച്ചവർ നന്നായി മരിക്കുമെന്നുള്ള പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രഖ്യാപിച്ചവർ ലോകത്തൊരുപാടുണ്ട്. ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞ പല കക്ഷികളുമുണ്ട്. ആകാശഭൂമികളെ പടച്ച ഖാലിഖ് അള്ളയാണെന്ന് പറഞ്ഞ മുശ്രിക്കുകളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനെ വാചികമായി നാവുകൊണ്ട് അംഗീകരിച്ച പലരുമുണ്ട്. എന്നാൽ ആ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്, ആ അള്ളയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ പോരാ, അവന്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് നല്ല രൂപത്തിലങ്ങ് ജീവിക്കുവാൻ കൂടി കഴിഞ്ഞാലേ മരണം നന്നാവുകയുള്ളൂ എന്നാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. സൂറത്ത് ഫുസ്സിലത്ത് 30-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞവർ സുമ്മസ്തഖാമൂ, പിന്നീട് നേരെ ചൊവ്വയങ്ങ് ജീവിക്കുകയും ചെയ്തവർ, അതിനാ പ്രയാസം, അതിനാ പ്രയാസം. അള്ളയാണ് റബ്ബി അള്ളാന്ന് പറയാൻ എളുപ്പമാണ്, എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ എളുപ്പമാണ്. ആ റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും മണിക്കൂറുകളിലും പാലിച്ചുകൊണ്ട്, അവന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട്, അവൻ വിരോധിച്ച വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ച് കൃത്യമായി ഒരു റൂട്ടിലൂടെ കൊണ്ടുപോകാൻ ആർക്ക് കഴിയുന്നുവോ അവരുടെ മരണമാണ് നല്ല മരണം. തതനസ്സലു അലൈഹിമുൽ മലായിക, അത്തരം ആളുകൾക്ക് മലക്കുകൾ അവതരിക്കും. അവരുടെ സമീപത്ത് മലക്കുകൾ വരും. എപ്പോ? മരണനേരത്ത്. മരണനേരത്ത് അവരുടെ സമീപത്ത് മലക്കുകൾ ഇറങ്ങും. ആ മലക്കുകൾ ഇറങ്ങിയിട്ട് അവരോട് എന്ത് പറയും? അതേ നോക്കത്തുന്ന ദൂരത്ത് മുഴുവൻ മലക്കുകൾ നിറഞ്ഞു കിടപ്പാണ്. റഹ്മത്തിന്റെ മലക്കുകൾ വന്നിരിക്കുകയാണ്.
റൂഹ് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ആ സമയത്ത് മലക്കുകൾ അവരോട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങളൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കുകയും അരുത്. മരണനേരത്തെ അത് കേൾക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കണ നേരത്തെ ഒരു കൂട്ടം മലക്കുകളുടെ ഒരു പട, ഒരു സൈന്യം തന്നെ വന്നുകൊണ്ട് നമ്മളോട് പറയും, പേടിക്കണ്ടട്ടോ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കരുത്. വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തെ കുറിച്ച് സന്തോഷത്തോടെ ഇരുന്നോടൂ, അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്, സ്നേഹഭാജനങ്ങളാണ്, അതുകൊണ്ട് ഭയപ്പെടാതെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് റൂഹിനെ പിടിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങളുടെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നു. ആരുടെ അടുക്കലേക്കാണത് വരുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറയുക മാത്രമല്ല, സുമ്മസ്തഖാമൂ, പിന്നീട് നേരെ ചൊവ്വേ അങ്ങ് ജീവിക്കുകയും ചെയ്തവരാരോ അവരുടെ അടുക്കലാണ് മലക്കുകൾ ഇപ്രകാരം വന്ന് പറയുക. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞ പിറ്റേന്ന് മുതൽ തന്നെ ജീവിതത്തിന്റെ ടൈം ടേബിളുകളിൽ തന്നെ മാറ്റം വന്നു, ജീവിതത്തിന്റെ നിലപാടുകളിൽ മാറ്റം വന്നു, സംസാരങ്ങളിൽ മാറ്റം വന്നു, കേൾവികളിലും കാഴ്ചകളിലും മാറ്റം വന്നു, എല്ലാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ സംഭവിച്ചു. ഇതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നറിയാനുള്ള ഒരു അടയാളം പണ്ഡിതന്മാര് പറഞ്ഞത്, റമദാനിന്റെ ശേഷവും നിന്റെ ജീവിതത്തിൽ റമദാനിലുള്ളതുപോലെയുള്ള സൂക്ഷ്മത നിലനിർത്താൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നീ സമാധാനിച്ചോ, നിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാകാം. ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റൂല, ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയില്ല. നമുക്ക് അല്പം ആശ്വസിക്കാം. എന്ത്? റമദാനിന്റെ ശേഷവും എന്റെ ജീവിതത്തിൽ റമദാനിലുള്ളതുപോലെയുള്ള ഒരു സൂക്ഷ്മതയൊക്കെ ഉണ്ടോ? റമദാനിൽ ഞാൻ സുബഹിക്കും ജമാഅത്തിനെത്തി, റമദാനിൽ ഞാൻ 5 നേരവും പള്ളിയിൽ ജമാഅത്തിനെത്തി. റമദാൻ കഴിഞ്ഞപ്പോ പള്ളികളിൽ ആളെ കാണാനില്ലല്ലോ. ഏതോ ഒരു രസികൻ ഒരു പരസ്യത്തിൽ എഴുതി വെച്ചത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരു പള്ളിയിലെ ഇമാം എഴുതിയെന്നും പറഞ്ഞുകൊണ്ട്, റമദാൻ കഴിഞ്ഞാലും ഈ പള്ളിയിൽ സുബഹികമായിട്ടുണ്ടായിരിക്കുന്നതാണ് എന്ന് പള്ളി ഇമാം ഉപ്പ്. ഒരു തമാശയായിട്ട് എഴുതുന്നതാണെങ്കിലും അതിലൊരു മെസ്സേജ് ഉണ്ട്, ഇതിലൊരു വലിയ കാര്യമുണ്ട്. അതെന്താ? റമദാൻ കഴിഞ്ഞ് നോക്കുമ്പോൾ പള്ളികളിലൊക്കെ സുബഹിക്കാലില്ല. ഇവരൊക്കെ എവിടെ പോയി? വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോയതാ? റൂം മാറിയതാ? അല്ല, എല്ലാവരും പള്ളി പരിസരത്തുള്ള ഫ്ളാറ്റുകളിൽ സുഖമായി ഉറങ്ങുന്നുണ്ട്. പിന്നെ എന്തേ ഇവർ എഴുന്നേൽക്കാത്തത്? എന്തേ ഇവർ റമദാനിൽ സുബഹി നിസ്കരിക്കാൻ എഴുന്നേറ്റത്? അള്ള എങ്ങാനും ഒരു നിയമം മുമ്പ് വെച്ചിരുന്നുവെങ്കിൽ റമദാനിലും ആളുകളെ സുബഹിക്ക് കാണുകയില്ലായിരുന്നു. എന്താ? അത്താഴം കഴിക്കൽ സുന്നത്തൊന്നുമില്ല, അത്താഴം കഴിക്കാറ് നോമ്പെടുക്കലാണ് നല്ലത്, അത്താഴം കഴിക്കൽ പ്രത്യേക പുണ്യൊന്നുമില്ല, അങ്ങനെ അത്താഴത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നെങ്ങാനും ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ റമദാനിലും സുബഹിക്ക് ആളെ കാണൂലായിരുന്നു. പിന്നെന്താ? അപ്പൊ റമദാനിൽ സുബഹിക്ക് ആളുകൾ വന്നതെന്തിനാ? അത്താഴം കഴിക്കാൻ നീറ്റതാ. അതല്ല, ഞങ്ങൾ പടച്ചോന്റെ കൂലി ഉദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുന്നും വേണ്ട, ഞങ്ങൾ റമദാനിൽ ആ സുബഹിന്റെ പുണ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെന്നിട്ട് എന്നാ എന്താ? ചൊവ്വായിലും സുബഹിക്ക് പുണ്യല്ലേ? ദുൽഖഅദിലും സുബഹിക്ക് പുണ്യല്ലേ? ദുൽഖഅദിലും ചൊവ്വായിലും ഒക്കെ സുബഹികമായിട്ട് നിർബന്ധം തന്നെയല്ലേ? അപ്പൊ റമദാനിൽ ഉള്ള ഒന്ന് ചൊവ്വാലിൽ നഷ്ടപ്പെട്ടു. വരണ്ട അത്താഴച്ചോറ്, അത്താഴ ഭക്ഷണമല്ലല്ലോ, അപ്പൊ കഴിക്കണ്ട, അപ്പൊ എഴുന്നേൽക്കണ്ട. പിന്നെ എന്തേ നോക്കണ്ടു? ദുന്യാവേ നോക്കുന്നുള്ളൂ. അപ്പൊ ഭക്ഷണം നോക്കി. ഇപ്പൊ നോക്കുന്നതോ? ഇപ്പൊ ഡ്യൂട്ടി ടൈം. അതിനനുസരിച്ചാ അലാറം വെക്കുന്നത്, അലാറം വെക്കുക. വെള്ളിയാഴ്ച പല റൂമുകളിലും ലൈറ്റ് തെളിയൂലാനാണ് പ്രവാസികളെ സന്ദർശിച്ച പല നാട്ടുകാരും പറയാറുള്ളത്. എന്താ കാരണം? അന്ന് ഡ്യൂട്ടി ഓഫാണ് പലർക്കും. അപ്പൊ അന്ന് സുബഹിയില്ല, ഒന്നുമില്ല, തീരെ എഴുന്നേൽക്കൂല. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങിയെങ്കിൽ അതേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ റമദാനിൽ കണിശതയുണ്ടോ? ശവ്വാലിലും നമുക്കുണ്ടോ? ഇപ്പോഴും നാം സുബഹി അടക്കമുള്ള ജമാഅത്തിന് പങ്കെടുക്കുന്നുണ്ടോ? ആശ്വസിച്ചോളൂ, എന്റെ നോമ്പ് പടച്ചവൻ സ്വീകരിച്ചിരിക്കാം. ഇല്ല, എന്റെ പരിപാടി സുബഹിക്ക് കടന്നുറങ്ങലാണോ?
ഞാൻ പള്ളിയിലെത്തുന്നില്ലയോ, ഞാൻ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലയോ, ഞാൻ സിനിമ കാണുകയാണോ, ഞാൻ സീരിയലിന്റെ അടിമയാണോ, ഞാൻ ഖുർആനോത്ത് നിർത്തിവെച്ചോ, ഞാൻ നല്ല നല്ല കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോയോ, ഞാൻ സുന്നത്തായ നോമ്പുകളും സുന്നത്തായ നിസ്കാരങ്ങളും ഒഴിവാക്കിയോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയോ, അതേ മുൻകാല ജീവിതത്തിന്റെ തെറ്റുകളിലേക്ക് മടങ്ങിപ്പോയെങ്കിൽ നമ്മുടെ നോമ്പ് പട്ടിണിയായി പോയോ എന്നാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതുകൊണ്ടാ പണ്ഡിതന്മാരെ നിയമം വെച്ചത്, നോമ്പ് സ്വീകരിച്ചോ ഇല്ലേ എന്ന് സ്വയം ഓരോരുത്തർക്കും പരിശോധിക്കാനുള്ള ഒരു മാർഗമാ പറഞ്ഞത്. ഞാൻ നിങ്ങളൊക്കെ പരിശോധിക്കുക, ശവ്വാൽ 1 മുതൽ നമ്മൾ റമദാനിലുള്ളതുപോലെ നിസ്കാരത്തിൽ ശ്രദ്ധയുണ്ടോ, നല്ല കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ടോ, ശവ്വാലിൽ റമദാനിൽ നമ്മൾ സ്വീകരിച്ച സൂക്ഷ്മത കണ്ണിന്റെയും കാതിന്റെയും നാവിന്റെയും ഒക്കെ കാര്യത്തിൽ നമുക്കിപ്പോഴും പാലിക്കാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നമ്മുടെ കർമ്മം സ്വീകരിച്ചിരിക്കാം, ഇല്ലെങ്കിൽ വളരെ അപകടമാണ്. അതുകൊണ്ട് കർമ്മങ്ങളുടെ തുടർച്ച വേണം, കർമ്മങ്ങളുടെ തുടർച്ച വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കൂ, അവിടുന്നതാ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് സ്ഥിരമായി ചെയ്തിരുന്നു, സ്ഥിരം ചെയ്യും. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അവിടുന്ന് എന്നും 11 റക്അത്ത് നിസ്കരിക്കും. 11 റക്അത്ത് രാത്രി എപ്പോഴും നിസ്കരിക്കും. റമദാനിലാണെങ്കിലും അല്ലാത്ത കാലത്താണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിത്യമാക്കിയിരുന്നു. നബിക്ക് നിർബന്ധമാണ്, നബി നിത്യമാക്കിയിരുന്നു. ഇനി വല്ലപ്പോഴും ഏതെങ്കിലും കാരണവശാൽ ആ നിസ്കാരം അവിടുത്തേക്ക് ഉറക്ക് കാരണത്താലോ എഴുന്നേൽക്കേണ്ട സമയത്ത് വല്ല രോഗം കാരണത്താൽ എഴുന്നേൽക്കാൻ അസാധ്യമാവുകയോ ചെയ്താൽ സ്വല്ലാ മിനൻ നഹാരി 12 റക്അത്ത്, പകലിൽ നിന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 റക്അത്ത് നിസ്കരിക്കും. 11 നിസ്കാരം പതിവാക്കിയിരുന്ന നബി തങ്ങൾ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഉറക്ക് കാരണത്താലോ രോഗം കാരണത്താലോ എഴുന്നേൽക്കാൻ സാധ്യമാകാതെ വന്നാൽ പകൽ സമയത്ത് ആ നിസ്കാരം വീണ്ടെടുക്കുക പതിവുണ്ട്. ഇതിൽ നിന്നൊരു മസ്അല നമ്മൾ പഠിച്ചു വെക്കണം. അതെന്താ? സ്ഥിരമായിട്ട് രാത്രിയിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു നിസ്കാരം, അത് 3 ആകാം, 5 ആകാം, 7 ആകാം, 9 ആകാം, 11 ആകാം, നിങ്ങൾ എത്രയാണോ സ്ഥിരമായി നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരം ഇശാ നിസ്കാരത്തിന്റെ സുന്നത്തും കഴിഞ്ഞ് സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ ഇടക്ക് നിർവഹിക്കാവുന്ന ഈ രാത്രിയിലെ നിസ്കാരം, ആ നിസ്കാരം എത്ര കുറഞ്ഞാണെങ്കിലും അത് സ്ഥിരം നമ്മൾ ചെയ്യണമെന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു ദിവസം ആവേശത്തിനങ്ങ് നിസ്കരിച്ചു പിറ്റേന്ന് എഴുന്നേൽക്കാതിരിക്കലല്ല, ചെയ്യുന്നൊരു നിത്യം ചെയ്യണം. വൈൻ അല്ല, അളവ് കുറഞ്ഞാലും ഒരു 3 നിങ്ങൾ നിസ്കരിക്കുന്നുള്ളൂ എങ്കിലും അത് സ്ഥിരമായി ചെയ്യണം, അത് സ്ഥിരമായി ചെയ്യണം. 5 ആണോ അത് സ്ഥിരമായി ചെയ്യണം. ഒരു ദിവസം 5 നിസ്കരിച്ചു പിറ്റേന്ന് നിസ്കാരമേ ഇല്ല, അങ്ങനെ ഉണ്ടാകരുത്. ചെയ്യുന്നത് നിങ്ങൾ കുറവാണെങ്കിലും സ്ഥിരം ചെയ്യണമെന്നതാണ് നിയമം. അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഉറക്ക് കാരണത്താലോ രോഗം കാരണത്താലോ നിങ്ങൾക്ക് ആ 3 റക്അത്ത് നിസ്കരിക്കാൻ സാധ്യമാകാതെ വന്നാൽ പിറ്റേന്ന് സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് അതിന്റെ ശേഷമുള്ള സമയമാകുമ്പോൾ ളുഹായുടെ സമയം തുടങ്ങി, അവിടെ മുതൽക്ക് ളുഹർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പായി ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ 3 റക്അത്ത് നിസ്കാരം വീണ്ടെടുക്കാം. പകലിൽ നിങ്ങൾക്കത് നിസ്കരിക്കാം, പക്ഷേ 3 അല്ല നിസ്കരിക്കേണ്ടത്, 4 ആക്കണം എന്ന് മാത്രം. കാരണം പകലിൽ വിത്തറില്ല, പകൽ നേരത്ത് വിത്തറില്ല, രാത്രിയിലാണ് വിത്തറുള്ളത്. അതുകൊണ്ട് രാത്രിയിൽ പതിവായി 3 നിസ്കരിച്ചിരുന്ന ഒരു സഹോദരനോ സഹോദരിക്കോ വല്ല കാരണവശാലും ഒരു ദിവസം നിസ്കരിക്കാതെ വിട്ടുപോയെങ്കിൽ പിറ്റേന്ന് നിങ്ങൾക്കത് ളുഹായുടെ സമയത്ത് 4 ആക്കി വീണ്ടെടുക്കാം. എന്താ തെളിവ്? 11 റക്അത്ത് സ്ഥിരമായി രാത്രി നിസ്കാരം നിർവഹിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല കാരണത്താലും അത് നിർവഹിക്കാൻ സാധ്യമാകാതെ വരുമ്പോൾ പിറ്റേന്ന് പകലിൽ അത് 12 ആക്കി നിസ്കരിക്കാറുണ്ടായിരുന്നു. അതാണ് അതിന്റെ തെളിവ്. അപ്പോ ചെയ്യുന്നത് നിത്യമായിട്ട് നമ്മൾ ചെയ്യണം. സഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. ഒരു നല്ല കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കേട്ട സംഭവമാണ്, അവരൊക്കെ ഒരു നല്ല കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളത് കേട്ടുകൊണ്ട് ഒഴിവാക്കും. ചെയ്യുന്നത് നിത്യം ചെയ്യുക, അത്ര കുറഞ്ഞതാണെങ്കിലും. അതിനാണ് പടച്ചവന്റെ അടുക്കൽ വലിയ റേറ്റ്. ഒരാൾ കുറേ കണ്ട് ചെയ്തു, പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല,
അള്ളാഹുവിന്റെ അടുക്കൽ അതിന് ഇഷ്ടമില്ല. പടച്ചവന് ഇഷ്ടം നിങ്ങൾ വളരെ കുറച്ച് ചെയ്യുന്നുള്ളൂ, എന്നാലും ഉള്ളത് നിത്യം ചെയ്യണം എന്നതാണ്. അലി റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, നമ്മളെപ്പോഴും കേട്ടൊരു ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് രണ്ടാൾക്കും ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ, നമുക്കൊക്കെ അറിയാവുന്ന സംഭവമാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, അല്ലാഹു അക്ബർ 34, ഇങ്ങനെ ഒരു ദിക്ർ ഉറങ്ങുന്നതിന്റെ മുമ്പായിട്ട് ചൊല്ലാൻ നമ്മളോടൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. ഇതാദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹു എന്ന തന്റെ പുതിയാപ്പളക്ക്, ഫാത്തിമ ബീവി എന്ന തന്റെ മകൾക്ക് രണ്ടാളും കൂടി രാത്രിയിൽ കിടക്കുന്ന വിരിപ്പിൽ പോയിട്ട് രണ്ടാളുടെയും കൂടി ഇടയിൽ അവരെ സമ്മതത്തോടെ ഇരുന്ന് രണ്ടാൾക്കും സ്നേഹത്തോടെ പഠിപ്പിച്ചു കൊടുത്തതാണ് ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദിക്ർ ചൊല്ലണം. അലി റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞാനിത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടതിന്റെ ശേഷം ഞാൻ ഒഴിവാക്കിയിട്ടേയില്ല, എന്റെ മരണം വരെ. അലി റളിയല്ലാഹു തആല ഇത് പറയുന്ന സമയം വരെ എത്ര തിരക്കാണെങ്കിലും, അലി റളിയല്ലാഹുവിന് ഏറ്റവും തിരക്കുണ്ടായ ദിവസമായിരുന്നു സിഫീൻ യുദ്ധം. സിഫീൻ യുദ്ധം നടക്കുന്നതിന്റെ തലേന്ന് വരെ ഞാനത് നിർവഹിച്ചിട്ടുണ്ട്, ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. നമ്മളിതൊക്കെ എത്ര ക്ലാസ്സിൽ നമ്മൾ കേട്ടു, എത്ര ക്ലാസ്സിൽ നമ്മളിത് കേട്ടു, എന്നിട്ട് എത്ര ദിവസം നമ്മളിത് ചെയ്തു. ഉറങ്ങാൻ കിടക്കുമ്പോൾ വല്ല പ്രയാസമുണ്ടോ? എത്ര കുറഞ്ഞ മിനിറ്റുകളെ വേണ്ടൂ. പക്ഷേ ശൈത്താൻ സമ്മതിക്കൂല, അവൻ ഉറക്കിക്കളയും, ഇത് പറയാതെ അങ്ങ് ഉറക്കിക്കളയും. അപ്പൊ ഇത് നിർവഹിക്കണമെന്ന് നമുക്കറിയാം, പക്ഷേ ഇത് ചെയ്യുന്നില്ല. അപ്പൊ അറിവ് പ്രയോജനപ്പെടണമെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കണം. അതേപോലെ ഇത് കേട്ട അന്ന് മുതൽ രാത്രി ഉറങ്ങിയിട്ടില്ല ഈ ദിക്റുകൾ നിർവഹിച്ചിട്ടല്ലാതെ. ഇതാണ് സഹാബ പുരുഷന്മാരുടെ സ്ഥിതി, സഹാബ സ്ത്രീകളുടെ സ്ഥിതിയും വ്യത്യാസമല്ല. മഹദിയായ നമ്മുടെ ഉമ്മ ഹബീബ റളിയല്ലാഹു തആല അൻഹ അവര് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ, ഒരിക്കലേ ഞാൻ കേട്ടിട്ടുള്ളൂ. മൻ സല്ലല്ലാ അർബഅൻ ഖബല അൽ-ളുഹ്രി വ അർബഅൻ ബഅദഹാ ഹറമല്ലാഹു ലഹ്മഹു അലന്നാർ. ആരെങ്കിലും ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ളുഹറിന്റെ ശേഷവും 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ഹറമല്ലാഹു ലഹ്മഹു അലന്നാർ, അവന്റെ മാംസത്തെ നരകത്തേക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ ശരീരം പിന്നെ തീ തിന്നൂല, നരകത്ത് പോകൂല. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, ശേഷം 4 റക്അത്ത് സുന്നത്ത്. ഉമ്മു ഹബീബ ബീവി പറയുകയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമയതുഹുന്ന, ഞാനിത് കേട്ട അന്ന് മുതൽ പിന്നെ ഞാൻ അത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. നമ്മൾ എത്ര സുന്നത്തുകളെ കുറിച്ച് കേട്ടു, എന്നിട്ട് ഒരിക്കൽ പോലും ചെയ്യാത്തതില്ലേ? അപ്പൊ മുൻഗാമികളുടെ സ്വഭാവം അതാണ്. അവരൊരു സൽക്കർമ്മം കേട്ടാൽ അതവരുടെ ജീവിതത്തിൽ നിത്യമാക്കുന്നു, മക്കളെ പഠിപ്പിക്കുന്നു. ളുഹറിന്റെ മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത്, ശേഷം ഒരു 4 റക്അത്ത് സുന്നത്ത്. നമ്മളൊന്ന് മനസ്സ് വെച്ച് അതൊന്ന് നിത്യമാക്കി കഴിഞ്ഞാൽ നരകത്തേക്ക് നമ്മുടെ ശരീരത്തെ അല്ലാഹു നിഷിദ്ധമാക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, പക്ഷേ ജീവിതത്തിൽ നിത്യമായി കൊണ്ടുപോകുന്നതിനാണ് വിലയുള്ളത്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് സ്വർഗ്ഗത്തിൽ മഹാനവറുകൾക്കുള്ള സ്ഥാനം നബിക്ക് കാണിക്കപ്പെട്ടു നേരത്തെ തന്നെ. അതിനെക്കുറിച്ച് നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, ബിലാലേ, സ്വർഗ്ഗത്തിൽ നിന്റെ ചെരിപ്പടി ശബ്ദം ഞാൻ കേട്ടല്ലോ ബിലാലേ, നീ എന്താ ഇത്ര പ്രത്യേകമായി കർമ്മം ചെയ്യാറുള്ളത്? മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഞാനെപ്പോൾ വുദു എടുത്താലും, ഞാനെപ്പോൾ അംഗശുദ്ധി വരുത്തിയാലും, അത് രാത്രിയിലാവട്ടെ പകലിലാവട്ടെ, ഞാനതുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാതിരിക്കാറില്ല. അപ്പൊ വുദു എടുത്തു കഴിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും 2 റക്അത്ത് സുന്നത്തുണ്ട്. അത് സ്ഥിരമായി ബിലാൽ റളിയല്ലാഹു അൻഹു കൊണ്ട് നടന്നത് മഹാനവറുകൾക്ക് സ്വർഗത്തിലേക്കുള്ള സ്ഥാനം എത്തിച്ചു എന്നല്ലേ നബി തങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ സ്വഹാബത്തിന്റെയൊക്കെ ശൈലി എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇവരൊക്കെ സുന്നത്തായ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതിലൊന്നും വീഴ്ച വരുത്താതെ വളരെയേറെ കൃത്യമായിട്ട് അവർ കൊണ്ടുപോകുന്നു. നിത്യ
കാര്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴേ അല്ലാഹുവിങ്കലേക്ക് സുന്നത്തുകൾ നിർബന്ധമായ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് സുന്നത്തുകൾ കൂടുതൽ കൂടുതൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുന്നത്. അല്ലാഹു നമ്മളെ സ്നേഹിക്കും. എന്റെ അടിമ സുന്നത്തായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് സുന്നത്തുകളിലൂടെ എന്നോടിങ്ങനെ നിർബന്ധങ്ങളൊക്കെ അവൻ ചെയ്യുന്നതിന്റെ പുറമെ സുന്നത്തായ കാര്യങ്ങൾ അവൻ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും. അങ്ങനെ അള്ളാന്റെ ഇഷ്ടമാണ് കിട്ടും. അള്ളാന്റെ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാലോ, അള്ള നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പവർ കിട്ടാനുണ്ട്. ആ പവർ എന്തെന്നല്ലേ, പിന്നെ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ കൈയും നമ്മുടെ കാലും അള്ളയായി മാറും. എന്താ അള്ളയായി മാറും എന്ന് പറഞ്ഞ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് പിന്നെ ഈ കണ്ണുകൊണ്ട് കാണൂല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് ഈ കാതുകൊണ്ട് കേൾക്കൂല, അള്ളാഹ് ഇഷ്ടപ്പെടാത്തതിൽ ഈ കൈ സ്പർശിക്കൂല, അള്ളാഹ് ഇഷ്ടപ്പെടാത്തതിലേക്ക് ഈ കാലുകൾ ചലിക്കില്ല. പടച്ച റബ്ബിന് ഇഷ്ടപ്പെടാത്ത ഒന്നും പിന്നെ ചെയ്യൂല. ആ ഒരു മർത്തബയിലേക്ക് റബ്ബിലേക്ക് നമ്മളൊന്ന് ഉയർന്നാൽ, പടച്ചവരിലേക്ക് നമുക്കൊരു അടുപ്പം കിട്ടി അള്ള നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അവൻ എന്നോട് വല്ലതും ചോദിച്ചാൽ എന്നോ ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. അവൻ എന്നോട് വല്ല കാര്യത്തിൽ നിന്നും ശരണം തേടിയാൽ, അഭയം തേടിയാൽ തന്നവോ ഞാൻ അവന് കാവൽ കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അള്ളാഹിനോടുള്ള അടുപ്പം കിട്ടണം. അത് കിട്ടലെങ്ങനെയാ? സൽക്കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യലാണ്. റമളാൻ കഴിഞ്ഞു, ഖുർആനോത്ത് അവസാനിപ്പിച്ചു, ഖുർആൻ എടുത്തു വെച്ചു. ഖുർആൻ ഒരു ദിവസത്തിൽ സുഹൃത്തുക്കളെ 5 നേരത്തെ നിസ്കാരം, 5 നേരത്തെ നിസ്കാരം, ആ 5 നേരത്തെ നിസ്കാരത്തിന്റെ മുന്നിലും പിന്നിലുമായിക്കൊണ്ട്, മുന്നിലോ പിന്നിലോ ആയിക്കൊണ്ട് ഒരു 2 കഷ്ണം, ഒരു 4 പേജ് ഓതാൻ സമയം കണ്ടെത്തിയാൽ ഒരു ദിവസം നമുക്ക് 20 പേജ് ഓതാം, 10 കഷ്ണം മറിച്ചിടാം. ഒരു ജുസ് ഒരു ദിവസം കൊണ്ട് നീങ്ങും. ഒരു മാസം തീരുമ്പോൾ ഒരു ഖത്മ് തീരും. റമളാനിൽ മാത്രമുള്ളതല്ല പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ പാരായണവും പഠനവും. അത് റമളാൻ കഴിഞ്ഞാലും തുടരണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ, ഇഹത്തിലും പരത്തിലും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അതുണ്ടാകണം. രാത്രിയിലെ നിസ്കാരം റമളാൻ കഴിഞ്ഞു, ഇനി ആവശ്യമില്ലെന്ന് വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലൈക്കും ബിഖിയാമിൽ ലൈൽ, രാത്രി നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണേ. ഫഇന്നഹു ദഅബു സ്സാലിഹീന ഖബലക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ പതിവായിരുന്നു അത്. വഹുവ ഖുർബത്തുൻ ലക്കും ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സൽക്കർമ്മമാണത്. വമുകഫിറത്തുൽ ലിസ്സയ്യിആത്ത്, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തിന്മകൾക്ക് പരിഹാരമാണത്. വമൻഹാത്തുൻ അനിൽ ഇസ്മി, പാപങ്ങളിൽ നിന്ന് നമ്മെ തടയാൻ അതിന് കരുത്തുണ്ട്. പാപങ്ങളിൽ നിന്ന് നമ്മെ തടയും. രാത്രി നിസ്കരിക്കുന്നവന് ഹറാം ചെയ്യാൻ കഴിയൂലാന്ന്. രാത്രി നിസ്കരിക്കുന്നവർക്ക് ഹറാം ചെയ്യാനൊരു മടിയുണ്ടാകും. പിന്നെ എന്തിനാപ്പ ഞാൻ രാത്രി നീട്ട് നിസ്കരിച്ചത്, എന്തിനാപ്പ ഞാൻ അള്ളാഹനെ ധിക്കരിച്ചത്? ആ രൂപത്തിൽ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ പരിശുദ്ധ റമളാൻ കഴിഞ്ഞാലും ആ റമളാനിൽ ചെയ്തിരുന്ന കർമ്മങ്ങളുടെ ഒരു തണുപ്പും കുളിരും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റമുണ്ടാകണം. ഖുർആൻ പറഞ്ഞു, വലാ തകൂനൂ, നിങ്ങളായിത്തീരരുത്. കല്ലത്തി, ഒരു പെണ്ണിന്റെ ഉദാഹരണം ഖുർആനിൽ പറയുന്നുണ്ട്. രബിതങ്ങൾ വരുന്നതിന്റെ മുമ്പ് മക്കയിൽ ഒരു ഭ്രാന്തിത്തള്ളയുണ്ടായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിൽ ഒരു ഭ്രാന്തി പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ സ്വഭാവം രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് വിരിക്കും. അതൊരു കയറായി മാറാനുള്ള സമയമാകുമ്പോഴേക്ക് കയ്യഞ്ഞുവിടും. അതുവരെ എടുത്ത പിരിയെല്ലാം അഴിഞ്ഞുപോയി. പിന്നെയും രാവിലെ കയർ വിരിക്കാൻ തുടങ്ങും. കയറായി മാറണമെങ്കിൽ തലക്കലൊരു കെട്ടിട്ടിട്ട് കയറാക്കണ്ടേ. സമയമാകുമ്പോ പിന്നെയും അവർ കൈവിടർത്തും. ഇതുവരെ എടുത്ത കയറിന്റെ പിരികളെല്ലാം ഉടഞ്ഞു പോകും. അതേ രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറ് വിരിക്കുകയാണ്. പക്ഷേ രാത്രിയാകുമ്പോൾ കയറില്ല. എടുത്ത പണി അവർ തന്നെ ബാത്തിലാക്കുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ പരിചയമുള്ള ഉദാഹരണമുണ്ട്.
ഇവിടെ നാട്ടിൽ കൊണ്ട് പറയാറുണ്ട് ഒരു ഐതിഹ്യകഥ. ഒരു ഭ്രാന്തൻ, 6ാമത്തെ ഭ്രാന്തൻ, അയാൾക്കൊരു പണിയുണ്ടായിരുന്നു. എന്താ? വലിയ ഉരുളം പാറക്കല്ല് അയാൾ പ്രയാസപ്പെട്ട് മലന്റെ മുകളിലേക്ക് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകുന്നു. ഉരുട്ടി നേരെ ആ പാറക്കല്ല് എത്തിയാൽ എന്താ ഭ്രാന്തന്റെ പണി? ഈ കല്ല് താഴത്തെ കൊണ്ട് ഉരുട്ടിയിട്ട് കൈയൊട്ടിച്ചിരിക്കുന്നു. അയാളെടുത്ത പണി അയാളെന്നെ വാത്തിലാക്കുന്നു. ഈ 6ാമത്തെ ഭ്രാന്തന്റെ പണിയല്ലേ നമുക്ക് പലർക്കും ഉള്ളതെന്ന്? റമളാനിൽ മുഴുവനും നോമ്പ് നോറ്റു, ജമാഅത്തിൽ പങ്കെടുത്തു, ഖുർആൻ ഓതി, കണ്ണുകളെ നിയന്ത്രിച്ചു, കാതുകളെ നിയന്ത്രിച്ചു, നാവിനെ നിയന്ത്രിച്ചു, നല്ല നല്ല സദസ്സുകളിൽ പോയി നല്ല നല്ല കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടു. എന്തിനു വേണ്ടി? തഖ്വയുണ്ടാകാൻ. അങ്ങനെ തഖ്വയാകുന്ന മണിമാളിക നമ്മൾ കെട്ടിപ്പടുത്തു. പക്ഷേ റമളാൻ കഴിഞ്ഞുള്ള ജീവിതത്തിൽ നമ്മൾ തന്നെ അതിനെ ബോംബ് വെച്ചങ്ങ് തകർത്തു. ഇപ്പൊ റമളാനിൽ കാണുന്ന യാതൊരു നിലക്കുള്ള നിയന്ത്രണങ്ങളും ചിട്ടകളും നമ്മുടെ ജീവിതത്തിലില്ല, അല്ലേ? ഇപ്പൊ പല വീടുകളിലും പോയി നോക്കിയാൽ പല വീടുകളിലും എല്ലാം ഓണായി, എല്ലാം ഓണായി. റമളാനിൽ ഓഫായിരുന്നു. റമളാൻ കഴിയട്ടെ എന്നാ പറഞ്ഞത്. ഇപ്പൊ കുറച്ചും വേറെയാ, ഇപ്പൊ അള്ള വേറെയാ. അന്ന് നിന്നെ നോക്കിയിരുന്ന നമ്മെ നോക്കിയിരുന്ന റബ്ബ് തന്നെയല്ലേ ഇന്നുമുള്ളത്. അതേ റബ്ബിന്റെ ഭവനത്തിലേക്കല്ലേ നിസ്കാരത്തിൽ പോകുന്നത്. അതേ ളുഹറും അസറും മഗ്രിബും ഇശാവും ഫജ്റുമല്ലേ ഇന്നുമുള്ളത്. എന്നിട്ടെന്തേ പള്ളിയിൽ കാണാത്തത്? എന്നിട്ടെന്തേ ജമാഅത്ത് പോയത്? എന്നിട്ടെന്തേ വൃത്തികേടുകൾ കാണുന്നത്, കേൾക്കുന്നത്, സംസാരിക്കുന്നത്? അതേ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് സമയം നീക്കുന്നത്? എല്ലാ കൺട്രോളും അവസാനിച്ചു പോയതെന്തേ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നോമ്പ് അത് ഫലപ്പെട്ടിട്ടില്ല. നോമ്പ് കാലത്ത് നമ്മളൊരു തെറ്റായ കാര്യത്തിന് ആഗ്രഹം തോന്നുന്നതൊക്കെ മനസ്സിന് എന്ത് പറഞ്ഞിട്ടാ പഠിപ്പിച്ചത്? നമ്മൾ വളരെ കൺട്രോളിലായിരുന്നു നോമ്പ് കാലത്ത്. അങ്ങനെ ആരെങ്കിലൊക്കെ നമ്മൾ വെറുതെരിക്കാനും സമ്മതിക്കൂല. ആരെങ്കിലും നമ്മോട് ഇങ്ങോട്ട് കയർക്കാനോ ചീത്ത പറയാനോ സംസാരിക്കാനോ ഒക്കെ വന്നാ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇന്നീ സ്വായിനും എനിക്ക് നോമ്പാ. എന്താ അതിന്റെ അർത്ഥം? എനിക്ക് നോമ്പാണത് പറ്റൂല, ഇത് സംസാരിക്കാൻ പറ്റൂല, അത് കാണാൻ പറ്റൂല, കേൾക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല, കാരണം എനിക്ക് നോമ്പാണ്. അങ്ങനെ അന്ന് കൺട്രോൾ ചെയ്തു. നമ്മൾ ഔഷധം സേവിച്ചു, ഔഷധ സേവ പൂർത്തിയാക്കിയിട്ട് ശവ്വാലിലെത്തി. ഇപ്പോഴോ നമ്മുടെ ജീവിതത്തിൽ ഇനി എങ്ങനെയാ കൺട്രോൾ വരുത്തേണ്ടത്? ഇതുവരെ ഇന്നീ സായിമെന്ന് പറഞ്ഞിട്ടാണ് കൺട്രോൾ വരുത്തിയതെങ്കിൽ ഇനി മുതൽ വരുന്ന റമളാൻ വരെ നമ്മൾ കൺട്രോൾ സ്വീകരിക്കേണ്ടത് എന്ത് മനസ്സിനെ പഠിപ്പിക്കണം? കുന്തു സായിമാ, ഞാൻ നോമ്പെടുത്തവനാണ്. അതുകൊണ്ട് എനിക്കത് കണ്ടുകൂടാ, കേട്ടുകൂടാ, പറഞ്ഞുകൂടാ, ചെയ്തുകൂടാ. നോമ്പെടുത്ത ഞാനിപ്പോൾ അത് ചെയ്താൽ എന്റെ നോമ്പിന്റെ ഫലം നഷ്ടപ്പെട്ടു പോകും. ഏതുപോലെ? അതേ പ്രത്യേക ചില രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയോട് ആ രോഗിക്ക് പറ്റാത്തൊരു ഭക്ഷണം നിങ്ങൾ കൊടുത്തു നോക്കൂ. എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിലും ആ രോഗി പറയും, ഞാൻ ഇപ്പം മരുന്ന് കഴിച്ചിട്ടേയുള്ളൂ, എനിക്കത് വേണ്ട, എനിക്കിഷ്ടമില്ലാത്ത ഭക്ഷണമായതുകൊണ്ടല്ല, പക്ഷേ ഞാനിപ്പോ ഔഷധം സേവിച്ചിട്ടേയുള്ളൂ, ഗുളിക കഴിച്ചിട്ടേയുള്ളൂ. ഇപ്പൊ ഞാൻ ആ ഭക്ഷണം കഴിച്ചാൽ സേവിച്ച ഔഷധത്തിന്റെ ഫലമില്ലാതായി പോകും. ഇതുപോലെ നമ്മൾ കൺട്രോൾ സ്വീകരിക്കണം. അതേ ഏത് കാലത്തും ഹറാമായ കാര്യങ്ങളിലേക്ക് മനസ്സിന് ആഗ്രഹം തോന്നുമ്പോ ഞാൻ നോമ്പെടുത്തവനാണ്, ഞാൻ ഖുർആൻ ഓതിയവനാണ്, ഞാനിതാ കാല് കഴിച്ചിട്ടും പ്രയാസപ്പെട്ടുകൊണ്ട് നിശാനിസ്കാരത്തിന് ദീർഘമായി ഇമാമിന്റെ പിന്നിൽ നിന്നവനാണ്, ഖുർആൻ കേട്ട് അതേ ഖുർആനിന്റെ ശബ്ദം കേട്ട് അനുഗ്രഹീതമായ ചെവിയാണ് എന്റേത്, ഖുർആനിലേക്ക് നോക്കിക്കൊണ്ട് കരഞ്ഞ കണ്ണുകളാണ് എന്റേത്, ഖുർആൻ കണ്ട ഈ കണ്ണുകൾ കൊണ്ട്, ഖുർആൻ കേട്ട് ആസ്വദിച്ച ഈ കാതുകൾ കൊണ്ട് ഇനി ഹറാമ് കാണാൻ എന്നെ കിട്ടൂല, ഈ കാതുകളിലേക്ക് ഹറാമ് കേൾക്കാൻ ഇനി എന്നെ കിട്ടൂല. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അത് റമളാൻ കഴിഞ്ഞ അവസരത്തിൽ നമുക്കതിന് കഴിയണം സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് അത് ഫലത്തിലല്ലാതായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഔഷധം സേവിച്ച് ഒരു കാര്യം ഉണ്ടായില്ല. എത്ര സങ്കടം ഉണ്ടാവും നമുക്കൊരു മരുന്ന് ഡോക്ടർ കുറിച്ച് തന്ന് ആ മരുന്ന് 2 മാസം കഴിക്കണം, 3 മാസം കഴിക്കണം, 1 മാസം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് കൃത്യമായിട്ട് ചെയ്തു. വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രോഗം അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ എന്തൊരു നിരാശയുണ്ടാവുക. ഒരു മാസക്കാലം ഔഷധം സേവിച്ചു നിസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, ഖുർആനത്തിലൂടെ, സ്വതക്കയിലൂടെ, വർമ്മത്തിലൂടെ, നല്ല നല്ല കാര്യങ്ങളിലൂടെ ഒക്കെ ചെയ്തു, ഫലിച്ചില്ല എന്ന് വന്നാൽ എന്താ അതുകൊണ്ട് പ്രയോജനം? അതുകൊണ്ട് നമ്മളൊക്കെ ആലോചിക്കണം, എന്ത് നിലനിർത്തണം ജീവിതത്തിൽ. ഏതെങ്കിലും ഒരു കാലത്ത് എന്നല്ല,
മഹാന്മാരായ പ്രവാചകൻ, ഒരു പ്രവാചകൻ തന്നെ പറയുന്നത് നോക്കൂ, അള്ള എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു, വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, എന്നോട് നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും എന്റെ റബ്ബ് നിർബന്ധമായും വസിയത്ത് ചെയ്തിരിക്കുന്നു, എന്നോട് ശക്തമായി കൽപ്പിച്ചിരിക്കുന്നു. മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും. ഏതെങ്കിലും ഒരു മാസത്തിലേന്നല്ല, ഏതെങ്കിലും ഒരു ടീമിന്റെ കൂടെയാകുമ്പോഴെന്നല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്താകുമ്പോഴെന്നല്ല, ജീവിതത്തിൽ മുഴുവനും, ജീവിച്ചിരിക്കുമ്പോൾ മുഴുവനും നമുക്കതിന് സാധിക്കണം. അങ്ങനത്തെ ഒരു മർത്തബയിലേക്ക് സുഹൃത്തുക്കളെ നമ്മൾ ഉയരണം. റമദാൻ കഴിഞ്ഞു, നോമ്പിന്റേതായ അവസ്ഥയിൽ നമുക്കില്ലേ? 6 നോമ്പ് അനുഷ്ഠിച്ചവരും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരും അനുഷ്ഠിക്കാൻ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാകും. നിരാശപ്പെടേണ്ടതില്ല. റമദാൻ നോമ്പ് ആരെങ്കിലും പരിപൂർണമായി എടുത്തോ, എന്നാൽ ശവ്വാലിൽ നിന്ന് 6 നോമ്പും കൂടെ തുടർന്നുകൊണ്ട് എടുക്കുന്നുവെങ്കിൽ 1 കൊല്ലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണ്. അത്രയും പുണ്യം അതിനുണ്ട്. തിങ്കൾ നോമ്പ്, വ്യാഴം നോമ്പ് ഒക്കെ നമുക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നോമ്പിന്റേതായ അവസ്ഥ. അതുപോലെ തന്നെ നല്ല നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, നല്ലവരായ ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, അതേത് കാലത്തും നമ്മൾ നിലനിർത്തിപ്പോന്നാൽ നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം പടച്ചവനോട് പറയുന്നവരല്ല അള്ളാഹ്ക്ക് ഇഷ്ടം. എപ്പോഴും അള്ളാഹിനോട് പറയുന്നവരെയാണ്. അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും തോന്നണം. അങ്ങനത്തെവരെയാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. ഇടങ്ങേറാവുമ്പോൾ മാത്രം അള്ളാഹിനെ വിളിക്കുന്നവരല്ല അള്ളാഹ്ക്ക് ഇഷ്ടം. നിങ്ങൾ നോക്കൂ, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, നിങ്ങൾക്കൊക്കെ അറിയാം ആ ചരിത്രം. ഒരു കപ്പലിലൂടെ അദ്ദേഹം ഇങ്ങനെ ദേഷ്യം പിടിച്ചു പോവുകയാണ്. എന്തിനാ ദേഷ്യം പിടിച്ചത്? കുടുംബത്തോട് തെറ്റിപ്പോകുന്നില്ല. എത്ര ദഅവത്ത് നടത്തിയിട്ടും തന്റെ നാട്ടുകാർ നന്നാവുന്നില്ല. അവസാനം ഒരു ദേഷ്യം പിടിച്ച് നിരാശപ്പെട്ടിട്ട് വേറൊരു നാട്ടിലേക്ക് മഹാനവറുകൾ പോവുകയാണ്. പക്ഷെ അദ്ദേഹം അത് പോകാൻ പാടില്ല, ക്ഷണിച്ചവിടെ നിൽക്കേണ്ടിയിരുന്നു. അങ്ങനെ മഹാനവറുകൾ പോകുമ്പോ കപ്പലിലാണ് യാത്ര. കപ്പലിൽ ആളധികമായി ഒരാളെ തള്ളണം എന്ന നിയമം വന്നു. ഒരാളെടുത്ത് പുറത്ത് കിടണം, നാളെ കപ്പൽ മുന്നോട്ട് പോകും. നറുക്കെടുപ്പ് നടത്തി. നറുക്കെടുപ്പ് നടത്തിയപ്പോൾ ഫകാന മിനൽ മുദഹലീൻ, യൂനുസ് അലൈഹിസ്സലാമിന്റെ പേരാണ് വീണുപോയത്. അദ്ദേഹത്തെ പിടിച്ചു പുറത്തേക്ക് എറിഞ്ഞു, വെള്ളത്തിലെറിഞ്ഞു. ഫൽതഖമഹുൽ ഹൂതു, വലിയൊരു മത്സ്യം വന്നുകൊണ്ട് അദ്ദേഹത്തെ വിഴുങ്ങി. ആ സമയത്ത് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ഫനാദാ ഫിൽ ഉറുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു, നീ മഹാപരിശുദ്ധനാണ്, നീ എന്നെ രക്ഷിക്കണം എന്ന് മഹാനവറുകൾ പ്രാർത്ഥിച്ചു. അല്ലാഹു തആല അതിനെക്കുറിച്ച് പറയാണ്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് നമ്മെക്കുറിച്ച് എപ്പോഴും പ്രകീർത്തിക്കുന്ന ആളായിരുന്നില്ലായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ അദ്ദേഹം താമസിക്കേണ്ടി വരുമായിരുന്നു. ഇലാ യൗമി യുബ്അസൂൻ, ജനങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പരലോക നാൾ വരെ, ഖിയാമത്ത് വരെ അദ്ദേഹം വയറ്റി കിടക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ യൂനുസ് നബിയെ അള്ളാഹ് രക്ഷപ്പെടുത്തി. സമുദ്രത്തിലെ മത്സ്യം അദ്ദേഹത്തെ പുറത്തേക്ക് തുപ്പി കക്കിക്കളഞ്ഞു. അദ്ദേഹത്തെ അള്ളാഹ് രക്ഷപ്പെടുത്തി. എന്താ കാരണം അല്ല പറഞ്ഞത്? യൂനുസ് ഇടങ്ങേറ് വരുമ്പോ മാത്രം എന്നെ വിളിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല, എപ്പോഴും എന്നെ വാഴ്ത്തുന്നവനും പുകഴ്ത്തുന്നവനുമായിരുന്നു. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം അപകടത്തിൽ തന്നെ സ്ഥിരമായി കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. ഒരു പ്രവാചകന്റെ കാര്യപ്പാ പറഞ്ഞത്. അപകടം വരുമ്പോ മാത്രം അള്ളാനെ ഓർക്കുക, സന്തോഷം ഉണ്ടാവുന്ന പഠിച്ചോണമെന്നും വേണ്ട. ചില ആൾക്കാരെ എന്തെങ്കിലും പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കൂല, നമസ്കാരം കഴിഞ്ഞാലും കണ്ണീരൊലിപ്പിച്ചും ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്താ നിങ്ങളെ പ്രശ്നം? ജോലിയില്ല, ജോലി ഇട്ടിട്ടില്ല, നമ്മൾ ദ്വാരക്കണം. കാണുന്നവരോടൊക്കെ പറയും ദ്വാരക്കണം. അവസാനം പിന്നാളെ കാണാനില്ല. എന്റെ ഇപ്പൊ ജോലി കിട്ടി, പല പള്ളിയിലുമില്ല, ജമാഅത്തിനുമില്ല, ഒന്നിനുമില്ല. ആ ഖുർആൻ പറഞ്ഞത് പ്രയാസം വരുന്ന മാത്രം എന്റെ അടുത്ത് വരിക, അല്ലാത്തപ്പോ ഒഴിവാകുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅറഫ് ഇലല്ലാഹി ഫിർറഖാ, നിനക്ക് നല്ല സന്തോഷമുണ്ടാകുന്ന അവസരത്തിൽ നീ പടച്ച റബ്ബിലേക്ക് അടുത്തുകൊള്ളണം. എങ്കിൽ യഅരിഫ്ക ഫി ശിദ്ദതി, പ്രയാസമുണ്ടാകുമ്പോൾ അവൻ നിന്നെയും അറിഞ്ഞോളും. നിനക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴും നീ അള്ളാഹുവോട് അടുപ്പുണ്ടെങ്കിൽ നിന്റെ വിളി അവൻ കേട്ടവൻ നിനക്ക് ഉത്തരം ചെയ്യും എന്നാണ്. അതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് ഉയരണം. ജീവിതത്തിൽ എപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമല്ല, എല്ലാ സമയങ്ങളിലും
അള്ളാഹുമായിട്ടുള്ള അടുപ്പം നമുക്കുണ്ടാകണം. ഏത് സൽക്കർമ്മങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെ. എല്ലാ സൽക്കർമ്മങ്ങളും സ്ഥിരമായിട്ട് ചെയ്യാൻ നോക്കുക. ഇസ്ലാമിക പ്രബോധനാണെങ്കിലും അറിവ് കൊടുക്കലാണെങ്കിലും മാതാപിതാക്കളെ സ്നേഹിക്കലും മക്കളെ നല്ല നിലക്ക് വളർത്തലും കുടുംബബന്ധം ചേർക്കലും നല്ല നല്ല കാര്യങ്ങളിൽ ഭാഗവാക്കാവലും ഒക്കെ എന്നും നിലനിൽക്കണം. എല്ലാ കാലത്തും അത് ഉണ്ടാകണം. അങ്ങനെ ഒരു മുദാവമത്ത്, ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലേ സുഹൃത്തുക്കളെ കഴിഞ്ഞ റമളാനിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിഫലനം നമ്മുടെ ജീവിതങ്ങളിൽ കാണുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആശ്വസിക്കാം, പടച്ചോൻ നമ്മുടെ കർമ്മം സ്വീകരിച്ചിരിക്കാം. എന്നാലും ഉറപ്പില്ല, തേടിക്കൊണ്ടേയിരിക്കണം, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ എന്ന്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ റമളാനിൽ നിന്ന് കിട്ടിയ ഭക്തിയുടെ ലക്ഷണങ്ങൾ നിലനിർത്തിക്കൊണ്ട് തെറ്റുകളിലേക്ക് പോകാതെ, ഹറാമുകളിലേക്ക് പോകാതെ നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ജീവിതം തന്നെയായിരിക്കണം ഇനി അങ്ങോട്ടും ഉണ്ടാകേണ്ടത് എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം അല്ലാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.